വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, അല്പസമയം മുമ്പാണ് എം വി ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നിലപാട് മാറ്റി വന്നാൽ ആരെയും സ്വീകരിക്കും. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഇത്തരം എല്ലാവരുടെയും പിന്തുണ തേടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊതു സ്വഭാവം നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം തൊട്ട് പ്രകടമാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായ ഒരു പ്രസ്താവനയ്ക്കപ്പുറം ഈ ഇടതുമുന്നണി ആരെയും സ്വീകരിക്കുമെന്ന പൊതു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഇടതുമുന്നണിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത ചില രാഷ്ട്രീയ പാർട്ടികളും സംവിധാനങ്ങളും നേതാക്കളും ഉണ്ടല്ലോ. പക്ഷെ അവരെയൊക്കെ സ്വീകരിക്കാമെന്ന നിലപാടിലേക്ക് CPM എത്തിക്കഴിഞ്ഞു. അങ്ങനെ കരുതേണ്ടതുണ്ടോ ഈ പ്രസ്താവനയെ? അല്ല, നിലപാട് മാറ്റി വന്നാൽ സ്വീകരിക്കാം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. നിലപാട് എന്താണെന്നും എങ്ങോട്ടാണ് മാറ്റുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഈ പാർട്ടികളൊക്കെ നിലപാട് മാറ്റിയിട്ടാണ് വന്നത് എന്ന് വേണം അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇപ്പോ 2015 വരെ വെൽഫെയർ പാർട്ടിയുമായിട്ടും അതിനു മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും CPM സഹകരിച്ചിട്ടുണ്ട്. അവരുടെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അവർ അന്നും ഇന്നും എന്നും മതരാഷ്ട്രവാദികൾ തന്നെയാണ്. ഈ രാജ്യത്ത് ഹുക്കുമത്തെ ഇലാഹി ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആ കാര്യം ഗോവിന്ദൻ മാഷിനും അറിയാം, പിണറായി വിജയനും അറിയാം, കോടിയേരി ബാലകൃഷ്ണനും അറിയാമായിരുന്നു. പിന്നെ അവരുമായിട്ട് ചേർന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ 10-12 വോട്ടുണ്ട്. വലിയ ഒരു വോട്ട് ബാങ്കൊന്നുമില്ല. എങ്കിൽ പോലും എട്ടണമെങ്കിൽ എട്ടണ കിട്ടിയതായി എന്നുള്ള രീതിയിൽ അവരുമായിട്ട് കൂട്ടിച്ചേർന്നു. അവരിപ്പോൾ UDF-ന്റെ കൂടെ പോയപ്പോൾ ഇവർ മതരാഷ്ട്രവാദികളായി, മതമൗലികവാദികളായി, ആ വിധ്വംസക ശക്തിയായിട്ട് മാറി. ഇത്രയുള്ള നിലപാട് അത് തന്നെയാണ് PDP-യുടെ അവസ്ഥ. ഈ PDP 2001 തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിച്ചു, 2006 തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിച്ചു. പിന്നീട് അബ്ദുൽ നാസർ മദനി ജയിൽ മോചിതനായി വന്നപ്പോൾ അന്ന് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ മന്ത്രിസഭയിൽ 3 മന്ത്രിമാർ അദ്ദേഹത്തിന്റെ സ്വീകരണ മഹായോഗത്തിൽ പങ്കെടുത്തു. ഈ ശംഖുമുഖത്ത് CPM-ന്റെ വലിയ ജാഥ സമാപിച്ചപ്പോൾ അച്യുതാനന്ദനെ കണ്ടപ്പോൾ എഴുന്നേക്കാതിരുന്ന പിണറായി വിജയൻ എടപ്പാളിൽ അബ്ദുൽ നാസർ മദനിയെ കണ്ടപ്പോൾ എഴുന്നേറ്റെന്നും അതല്ല അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അതാണ് നിലപാട് മാറ്റം. അപ്പൊ അച്യുതാനന്ദന്റെ നിലപാടാണോ മദനിയുടെ നിലപാടാണോ കൂടുതൽ സ്വീകാര്യം എന്നുള്ള കാര്യമാണ്. ഇതൊക്കെ കാലാകാലങ്ങളിൽ വയറ്റിപ്പഴപ്പിന്റെ ഭാഗമായിട്ട് ഓരോ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നാണ്. ഗോവിന്ദൻ മാഷും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ കവിഞ്ഞ രാഷ്ട്രീയമൊന്നും ഇതിനകത്തില്ല. സന്ദീപ് വാര്യർ BJP-യുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യം സ്വാഗതം ചെയ്ത ഇടതുപക്ഷ നേതാക്കളാണ്. അദ്ദേഹം ആ ചാക്കിൽ കയറാതെ കോൺഗ്രസിലേക്ക് പോയപ്പോൾ അദ്ദേഹം വെറുക്കപ്പെട്ടവരായി, അറക്കപ്പെട്ടവനായി. വലിയ പ്രശ്നമുള്ളൂ. PDP-ക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കുമ്പോൾ അതൊക്കെ പുരോഗമനം, നവോത്ഥാനം. പീഡിപ്പിക്കപ്പെട്ടവരുടെ പാർട്ടി, മർദ്ദിതരുടെ പാർട്ടി, വേദന അനുഭവിക്കുന്നവരുടെ പാർട്ടി, അവരെ എതിർക്കുമ്പോൾ അത് മതമൗലികവാദം, ഗുണ്ടായിസം, വിധ്വംസക പ്രവർത്തനം. അത്രേ ഉള്ളൂ. ഈ PDP ഒപ്പം ജമാഅത്തെ ഇസ്ലാമി, ഇടതുമുന്നണിയും ഒപ്പം UDF-ഉം പിന്തുണ തേടിയ അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ച 2 വിഭാഗങ്ങളാണ്. കണക്ക് പരിശോധിക്കുമ്പോൾ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഇവർക്ക് അത്ര കണ്ട് വലിയ സ്വാധീനമുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം ഇവർക്ക് അത്ര വലിയ വോട്ട് സ്വാധീനമുള്ളതായി നമുക്ക് കണക്കുകളില്ല. ഒരുപക്ഷെ ഇനി ഈ നിലമ്പൂരിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ സാധ്യതയ്ക്ക് വേണ്ടിയാണോ ഇപ്പോൾ ഇത്തരം പ്രസ്താവനകൾ, വിട്ടുവീഴ്ചകൾ സ്വീകരിക്കുന്നതിന് കാരണം? കാരണം ജമാഅത്തെ സംബന്ധിച്ചോളം പറഞ്ഞ ആ പാർട്ടിക്ക് ഒരു കാലത്ത് ജനങ്ങളുടെ ഇടയിൽ ചെറിയൊരു സഹാനുഭൂതി, പ്രത്യേകിച്ച് മത ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു സഹാനുഭൂതി ആ പാർട്ടിയോടുണ്ടായിരുന്നു. അതിന്റെ നേതാവ് അബ്ദുൽ നാസർ മദനി ആ ഒരു കാലത്ത് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയ ആളുകളെ കൂട്ടിയിരുന്നു. പിന്നീട് അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് പൊതുവെ ഒരു സഹാനുഭൂതി ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. ഇന്നിപ്പോ PDP എന്ന് പറഞ്ഞ പാർട്ടി കടലാസിൽ മാത്രമേ ഉള്ളൂ. അത് ലെറ്റർ ഹെഡും സീലും മാത്രമുള്ള ആ ഒരു പാർട്ടിയാണ്. ഒരു അണഞ്ഞു പോയ തീക്കനൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കാറ്റുപോയ ബലൂൺ എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് യാതൊരു സ്വാധീനവും ഇല്ല. മലബാറിലും ഇല്ല, തിരുവിതാംകൂറിലും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. അത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഇന്ത്യൻ രൂപമാണ്. അത് വിധ്വംസക പാർട്ടി തന്നെയാണ്, യാതൊരു സംശയവും. PDP പോലെയല്ല, അതിനേക്കാളൊക്കെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ അസംബന്ധമാണ്. ഇപ്പൊ ഈ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്ന ഈ പ്രതിവിപ്ലവത്തിന്റെ സൂത്രധാരന്മാര് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അവർ പിൻസീറ്റിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പിൽ മുഹമ്മദ് യൂനിസിനെ നിർത്തിയിരിക്കും. അപ്പൊ അങ്ങനെ അത്യന്തം അപകടകരമായ ഒരു രാഷ്ട്രീയ ആദർശത്തെയും പ്രത്യയശാസ്ത്രത്തെയാണ് അവർ പ്രതികരിക്കുന്നത്. ഇത് സതീശന് അറിയാൻ പാടില്ലാത്തതല്ല, ഇത് സണ്ണി ജോസഫിന് അറിയാൻ പാടില്ലാത്തതല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാൻ പാടില്ലാത്തതല്ല. 10 വോട്ട് കിട്ടും എന്ന് വിചാരിച്ചു അവരെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. നിലമ്പൂരിൽ അവരുടെ വോട്ടൊന്നും ആര്യയുടെ ഷൗക്കത്തിന് കിട്ടുമെന്നില്ല. കാരണം ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിക്കും അവരുടെ മതമൗലികവാദ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും എതിര് നിന്നുള്ള ആര്യാട മുഹമ്മദിന്റെ മകനാണ്. ഷൗക്കത്ത് തന്നെ അതിനെ എതിർക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇവരുടെ ഒരു വോട്ട് പോലും കിട്ടുകയില്ല.
അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പിന്തുണ സ്വീകരിക്കും. ആര്യാടൻ മുഹമ്മദിനോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അത് എനിക്ക് അവരുടെ വോട്ട് വേണ്ട എന്നവരും വേണമെന്ന് പറഞ്ഞാൽ അവരോട് വോട്ട് ചെയ്യുകയുമില്ല. അത് വേറെ കാര്യം. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചതിന്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നിലമ്പൂർ പോരിൽ ഈ ചെറു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ നേടാനുള്ള മുന്നണി നേതൃത്വങ്ങളുടെ നീക്കത്തിന് പിന്നിൽ ഒരു വിശാല താല്പര്യമുണ്ടാവാം. 2026 നീളുന്ന ഒരു പാലമിടുക എന്നതുകൂടിയാവാം നിലമ്പൂരിൽ നിന്ന് തുടക്കമിടുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം നീക്കങ്ങളെ കാണേണ്ടത്. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറമുള്ള വിശാല അർത്ഥത്തിലുള്ള ഒരു നീക്കം കൂടിയായി അത് മാറിയേക്കാം. ജമാഅത്തെ ഇസ്ലാമിയെ UDF പുണരുമ്പോൾ ഇടതുപക്ഷം പുണരുന്നത് PDP യെയാണ് എന്ന പ്രത്യേകതയുണ്ട്.